അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹു തആല സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർത്തവ സമയത്ത് എന്തെല്ലാം ഇബാദത്തുകളാണ് ചെയ്യാൻ പറ്റുക എന്ന് ഒരു സഹോദരി കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർത്തവ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഖുർആൻ ഓതാമോ, നിസ്കരിക്കാമോ, നോമ്പ് നോൽക്കാമോ, അതിനെപ്പറ്റിയുള്ള ഏതൊക്കെ ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമസ്കാരം, നോമ്പ് എന്നിവ എന്തില്ല, നിർബന്ധമില്ല. മാത്രമല്ല അവ നമുക്ക് എന്താണ്, അനുവദനീയവുമല്ല. എന്നാൽ അള്ളാഹുവെ സ്മരിക്കുക, പ്രാർത്ഥനകൾ നടത്താനും ഈ സമയത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീകൾക്ക്. ഈ ദിവസങ്ങളിൽ ചെയ്യാവുന്ന പ്രാർത്ഥനകളും അമലുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ദിക്റാണ്. അള്ളാഹുവിനെ ഓർക്കുക എപ്പോഴും. ആർത്തവ സമയത്ത് ഏറ്റവും ഉത്തമമായത് ധാരാളം ഇബാദത്തുകൾ ചെയ്യുക, ധാരാളം ദിക്റുകൾ ചെയ്യുക എന്നതാണ്. ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിക്റുകൾ ധാരാളം ചൊല്ലുക. ഏതൊക്കെ ദിക്റാണ് ചൊല്ലേണ്ടത്? ഒന്നാമത്തത് സുബ്ഹാനല്ലാ എന്ന ദിക്റ് ധാരാളമായിട്ട് ചൊല്ലുക. രണ്ടാമത്തത് അൽഹംദുലില്ലാ എന്ന ദിക്റുകൾ ധാരാളമായിട്ട് ചൊല്ലുക. മൂന്നാമത്തത് അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ ധാരാളമായിട്ട് ചൊല്ലുക. നാലാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു എന്ന ലാ ഇലാഹ ഇല്ല എന്ന ദിക്റ് ധാരാളമായിട്ട് ചൊല്ലുക. പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്റും ധാരാളമായിട്ടും പീരിയഡ് ആർത്തവ സമയത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. പിന്നെ ദുആകൾ രണ്ടാമത്തത് ഈ ദിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വിഭാഗം ദുആകളാണ്. മനസ്സിൽ തോന്നുന്ന എന്തൊരു പ്രാർത്ഥനയും നമുക്ക് അല്ലാഹു തആലയോട് ചോദിക്കാം. ഇഹലോകത്തും പരലോകത്തും നമുക്ക് നന്മകൾ ചോദിക്കാം അല്ലാഹുവിനോട്. പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് അല്ലാഹു തആലയോട് എന്താക്കുക, സംരക്ഷണം ചോദിക്കാം. മൂന്നാമത്തെ എന്താണ്, ഇസ്തിഗ്ഫാറാണ്. ധാരാളം നമ്മൾ പാപമോചനം നടത്തണം. പാപമോചനത്തിനായി നമ്മൾ എന്താക്കണം, ധാരാളം ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ചൊല്ലുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാലാമത്തത് സ്വലാത്ത് ചൊല്ലുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നത് ഭയങ്കര ഉത്തമമുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ റസൂലുള്ളാഹിൻ്റെ പേര് പറഞ്ഞു. സ്വലാത്തുകൾ നിങ്ങൾ എന്താ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര നന്മകൾ നമുക്ക് ലഭിക്കുക അല്ലേ? അതിനൊന്നും ആരും മടി കാണിക്കേണ്ട, നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അഞ്ചാമത്തത് ഖുർആൻ നമുക്ക് ഓതാൻ പറ്റുമോ ആർത്തവകാരിക്ക്? ഖുർആൻ നമുക്ക് എന്താക്കുക, കേൾക്കലും അതിങ്ങനെ ഓർക്കുക, മനസ്സിൽ അറിയുന്നതൊക്കെ നമുക്ക് മനസ്സിൽ എങ്ങനെ ഓർക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പം എന്താക്കുക, ഖുർആൻ മറ്റുള്ളവർ ഓതുന്നത് നമുക്ക് കേൾക്കാം, ഓർമ്മയിൽ നിന്ന് ഓതുക. ഖുർആൻ നമുക്ക് തൊടാതെ മനപ്പാടമുള്ള സൂറത്തുകൾ നമുക്ക് ഓതാം. തൊടണ്ട മനപ്പാടമുള്ള സൂറത്തുകൾ നമുക്ക് ഓതാം. അപ്പം നമുക്ക് ഖുർആൻ ഏത് രീതിയിൽ ഓതാം? ദിക്റായിട്ട് ഓതാം. ദുആ എന്ന നിലയിൽ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ദുആ എന്ന രീതിയിൽ ഓതാം. ആയത്തുൽ കുർസി ഓതാം. പിന്നെ അവസാനത്തെ 3 സൂറത്തുകൾ ഏതൊക്കെയാണ്? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇവയൊക്കെ എന്തൊക്കെ നമുക്ക് ദിക്റുകൾ രൂപത്തിൽ, ദുആകൾ രൂപത്തിൽ നമുക്ക് മനസ്സിൽ ഓതാവുന്നതാണ്. പിന്നെ അടുത്തത് രാവിലെയും വൈകിട്ടൊക്കെ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളില്ലേ, അദ്കാറുകൾ മുടങ്ങാതെ ചൊല്ലുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചൊല്ലണം? ബാത്റൂമിൽ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം? അങ്ങനെ ഉറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം? അങ്ങനെ രാവിലെയും വൈകിട്ടുമുള്ള അദ്കാറുകൾ നമുക്ക് ചെയ്യാം. അദ്കാറുകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാനൊരു ദിവസം ഒരു മുസ്ലിം ചെയ്യേണ്ട അദ്കാറുകൾ ഏതൊക്കെയാണെന്നൊരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെന്താണ്, ദാനധർമ്മങ്ങൾ. സാധാരണ ദിവസങ്ങൾ പോലെ തന്നെ ആർത്തവ സമയത്ത് നമുക്ക് ദാനധർമ്മങ്ങൾ ധാരാളമായിട്ട് ചൊല്ലാം. ഓക്കെ. പിന്നെ ചുരുക്കത്തിൽ നിസ്കാരത്തിൻ്റെ സമയമാവില്ലേ, ഇപ്പോൾ റമളാൻ മാസമാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റമളാൻ മാസം ആയിക്കഴിഞ്ഞാൽ നമ്മളെന്താ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വക്തിലും നമുക്ക് നിസ്കരിക്കാനുള്ള ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കുക, നമസ്കാര സമയമാകുമ്പോൾ നമ്മൾ ഉളു എടുത്തിട്ട് സാധാരണ രീതിയിൽ നമസ്കാരപ്പായയിലിരുന്ന് ദിക്റുകളും ദുആകളും ചൊല്ലി ആ സമയം ചെലവഴിച്ചാൽ എന്ത് ചെയ്യുക, നമ്മൾ നിസ്കരിക്കാൻ എന്തായാലും സമയം ചിലവാക്കില്ലേ, അതേ സമയത്ത് തന്നെ ആ സമയം നമ്മൾ ദിക്റിലും ദുആലും അറിയുന്ന മനപ്പാടമാക്കിയ സൂറത്തുകളൊക്കെ ദിക്റ് ദുആ രൂപത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താക്കുക, നമസ്കാരത്തിൻ്റെ കൂലി ലഭിക്കാൻ കാരണമാകും. അപ്പോൾ ഈ വരുന്ന റമളാൻ മാസമാണ്, ഹൈലാണ് നിഫാസാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കി തള്ളിക്കളയേണ്ട. അങ്ങനെ പറ്റുന്നവർ എന്ത് ചെയ്യുക, നിസ്കാര സമയമായി കഴിഞ്ഞാൽ നിസ്കാരപ്പടത്തിൽ ഒളുവൊക്കെ എടുത്ത് വന്നിരുന്ന് നമുക്കറിയുന്ന ദുആകൾ, ദിക്റുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തുകൾ എല്ലാം നമുക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ നമസ്കാരത്തിന് അതേ കൂലികൾ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം, അതിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ കളാ വീട്ടണം. ഓക്കെ.
അപ്പം ഇൻഷാ അല്ലാ അടുത്ത ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.